ഒരു 3-4 ദിവസം മുമ്പാണല്ലേ ആലുവയിൽ ഒരു 12 വയസ്സായ കുട്ടീനെ കാണാതായിട്ട് ഇന്നലെ തിരക്കി കിട്ടിയത്. സത്യം പറഞ്ഞ ആ കുട്ടിയുടെ രക്ഷിതാക്കളും ഇതിന് ഉത്തരവാദികളല്ലേ? ഇദ്ദേഹം പറയുന്നൊന്ന് കേട്ടോക്കെ. കുഞ്ഞുങ്ങളെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഓരോ മൂവ്മെൻറ്റും വളരെ ശ്രദ്ധയോട് നോക്കുക. കാരണം നമ്മൾ ഈ കാണിക്കുന്ന എഫർട്ടുകളുണ്ടല്ലോ, കാണാതെ പോകുമ്പോൾ കാണിക്കുന്ന വിഷമങ്ങൾ, അതിൻ്റെ 100-1 പോലും നമുക്ക് ഇവരെ വളർത്തുന്നതിന് എടുക്കണ്ട, ശ്രദ്ധിച്ചാൽ. അപ്പോൾ അത് എല്ലാ പേരൻസും പഴയ കൂട്ടുകുടുംബമൊക്കെ ഇല്ലാത്തതാണ് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള കാരണം. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കൂടുതൽ അറിയാൻ പറ്റും, ഓരോ കുഞ്ഞുങ്ങളുടെയും ചലനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സംസാരിക്കുന്നില്ല, അതെല്ലാം അവരെ നിരീക്ഷിക്കുന്നില്ല, അതായത് ദിവസവും കുട്ടികളെ മനസ്സിലാക്കുന്നില്ല പേരൻസ്. സാറ് പറഞ്ഞത് ഒരു 99% സത്യമാണല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോ ആദ്യത്തെ ഒരു സംഭവം ഒന്നല്ല. പേരൻസ് ഒരു പരിധി വരെ ഉത്തരവാദികൾ തന്നെയാണ്. കാരണം പേരൻസ് പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ രക്ഷാകർത്താക്കൾ നന്നായി ശ്രദ്ധിക്കണം. 6 മണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരാൾ കൂടെ പോവുക, അതൊക്കെ ചെയ്യണം. ഇന്നത്തെ കാലമാണല്ലോ, ഇന്നത്തെ കാലം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും 8 മണി 8:30 സമയത്തൊക്കെ ആ കുട്ടീനെ ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞേക്കുക. മാത്രമല്ല, ആ കുട്ടിയുടെ ചേച്ചിയായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പൊ ആ കുട്ടി പറയുന്നതൊക്കെ അവിടെ ഇവിടെ തൊടാതെയാണ് പറയുന്നത്. ബുക്ക് വാങ്ങിക്കാൻ പോയി, സൈക്കിൾ അവിടെ വെച്ചു, തിരിച്ചു വന്നു. എന്തോ അവർക്ക് ഇതിനെ കുറിച്ചൊരു ബോധ്യമുള്ള പോലെയാണ്. പിന്നെ എന്റെ ചോദ്യം എന്താണെന്നുണ്ടെങ്കിൽ, 12 വയസ്സായ ഒരു കുട്ടി, എന്റെ 2ാമത്തെ മോളുടെ പ്രായമുള്ളൂ, ആ ഒരു കുട്ടിക്ക് ഇതുപോലെ രാത്രി 6 മണിക്ക് ശേഷം 8 മണിക്കൊക്കെ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു പ്രായമായിട്ടില്ല. 12 വയസ്സായ ഒരു കുട്ടിക്ക് സ്വന്തമായി ഉപയോഗിക്കാനായിട്ട് ഒരു മൊബൈൽ കൊടുക്കുമ്പോൾ അത് വീട്ടുകാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ? അപ്പൊ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആളാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വീട്ടുകാര് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. വീട്ടുകാരത് വിലക്കേണ്ടതാണ്. വീട്ടുകാർ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ് 90%. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വീട്ടില് അച്ഛനമ്മമാരെ നോക്കാനോ അച്ഛനമ്മമാരെ വീട്ടിൽ നിർത്താനോ ഒന്നും ഇഷ്ടമില്ലാത്തവരാണ്. കുടുംബമാണ്, ഭാര്യ, ഭർത്താവ്, മക്കള്, അല്ലെ? ഇപ്പോഴത്തെ കയറി വരുന്ന പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അല്ലാട്ടും ഞാൻ പറയണേ, അവർക്ക് വീട്ടില് അമ്മായിമ്മേനെയോ അമ്മാനച്ഛനോ ഒന്നും വേണ്ട. അവർക്ക് സ്വന്തം കാര്യം ചിന്താപ്പാട്. മിക്കവാറും ഒരു 75% പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ 25% മാത്രമാണ് അതിന് ഒരു അപവാദമായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പൊ അവരിൽ നിന്ന് ആലോചിക്കണം. അതായത് എന്റെ മക്കളൊരു ബസ് ലേറ്റായി, ഒരു 5 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ അമ്മ വീടിന്റെ പുറത്ത് വന്ന് നിൽക്കണ്ടാവും. അല്ലെങ്കിൽ അമ്മ തന്നെ ചിലപ്പോ ഫോൺ വിളിച്ച് ടീച്ചറെ വിളിച്ച് ചോദിക്കും എന്താ ലേറ്റ് ആവണ്, അല്ലെങ്കിൽ സ്കൂൾ ബസ് ഡ്രൈവറെ വിളിച്ച് ചോദിക്കും എന്താ ലേറ്റ് ആവണമെന്നൊക്കെ. അപ്പൊ അങ്ങനെ വീട്ടില് അന്വേഷിക്കാൻ എന്നെക്കാളും ഞങ്ങൾ രക്ഷിതാക്കളെക്കാളും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുന്നത് സത്യം പറഞ്ഞ അവരാണ്. അപ്പോ സാറ് പറഞ്ഞ പോലെ കൂട്ടുകുടുംബം മാറി എന്നൊക്കെ അണുകുടുംബത്തിലേക്ക് മാറി തുടങ്ങിയോ, ഞാൻ മുന്നേ പറയാറുള്ള പോലെ തന്നെ എന്നൊക്കെ അച്ഛനമ്മമാര് മക്കൾക്ക് ഭാരമായി തുടങ്ങിയോ, അവർ വൃദ്ധസദനങ്ങളിലാക്കി തുടങ്ങിയോ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കൊണ്ടിരുത്തി തുടങ്ങിയോ, അതുപോലെ തന്നെ സ്കൂളുകളിൽ എന്ന് തൊട്ട് വടി, അടി ഇതൊക്കെ നിർത്തലാക്കി തുടങ്ങിയോ, അന്നോട്ട് പിള്ളേർ വഴിവഴച്ചു തുടങ്ങി. സത്യമാണത്. മക്കളെ ഒരു പരിധി വരെ ശ്രദ്ധിക്കേണ്ടത് അച്ഛനമ്മമാർ തന്നെയാണ്. നമ്മള് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്നത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാം. അത് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർ, പ്രത്യേകിച്ച് പെൺപിള്ളേരെ പുറത്തേക്ക് കഴിക്കുമ്പോൾ ഒന്നല്ല കൂടെ ആളെ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഒരാൾ വരാൻ നേരം വൈകി കഴിഞ്ഞ് അന്വേഷിക്കുക. മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അവര് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇതുപോലൊരു സംഭവം ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം.